വർഗീയതക്കെതിരായ ഒരു ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പ് വേണം. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടും എന്ന് പറഞ്ഞ വി.ഡി. സതീശനോട് ചോദിച്ചു, നിങ്ങളുടെ ഹൈക്കമാൻഡ് ആരാ? ഹൈക്കമാൻഡ് അങ്ങ് ഡൽഹിയിൽ രാഹുൽ ഗാന്ധി ജമാഅത്തെ ഇസ്ലാമുമായിട്ട് ഐക്യപ്പെട്ടു പോകണം, അവർ വർഗീയവാദിയല്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് പറയാം. പക്ഷെ മിണ്ടുന്നില്ല. വി.ഡി. സതീശനല്ലാതെ വേറൊരു കോൺഗ്രസ് നേതാവും പറയുന്നില്ല. സമസ്തയുടെ പ്രമേയം വന്നു. ജമാഅത്തെ ഇസ്ലാമി സാമുദായിക ജീവിതത്തെ തകർക്കുന്നതിനു വേണ്ടിയുള്ള നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അവർ ഉന്നയിച്ചു. AP സുന്നി ഉൾപ്പെടെയുള്ള സുന്നി വിഭാഗം പറഞ്ഞു. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിനെ പറ്റി ശക്തിയായിട്ട് തീർത്തു. ഞാൻ ലീഗിനോട് ചോദിച്ചു, ലീഗിന്റെ നിലപാടെന്താണ്? ലീഗ് നിലപാട് പറയുന്നില്ല, അഴകുഴമ്പൻ സമീപനം പറയാണ്. കാരണം ആ വോട്ടിംഗ് കൊണ്ട് വന്നോട്ടെ എന്നാണ്. ഞങ്ങൾ ഉറച്ചൊരു കാര്യം പറഞ്ഞു, ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നതിനേക്കാളും മെച്ചം കോൺഗ്രസ്, ലീഗ്, BJP, ജമാഅത്തെ ഇസ്ലാമി കോർഡിനേറ്ററാണ്. ജമാഅത്ത് ഈ 4-4 കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന ജാഥ നയിച്ചു വരുന്നയാള്. എന്തായിരുന്നു നമ്മളെപ്പറ്റി? SIR അത് പിണറായി വിജയനാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്കെതിരായിട്ട് പറഞ്ഞില്ലേ? ആരാ പറഞ്ഞ? ജമാഅത്തെ ഇസ്ലാമി ഒപ്പം ചേർന്നിട്ട് ലീഗുകാരും നമുക്കെതിരായിട്ട് അപവാദ പ്രചരണം പറഞ്ഞില്ലേ, നടത്തിയില്ലേ? ഞാൻ ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് അവിടെയുണ്ട്. SIR-നെതിരായിട്ട് ഗവൺമെന്റ് കൊടുത്ത കേസും അവിടെയുണ്ട്. അപ്പോൾ ഇടതുപക്ഷ പാർട്ടികൾ ഏറ്റവും ശക്തിയായിട്ടാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇപ്പോഴും അത് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒഴിവാക്കാനും കൂട്ടിച്ചേർക്കാനുമുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇവിടെ ആയിരക്കണക്കിന് വോട്ട് പുതുതായിട്ട് കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട് തെറ്റായ രീതിയിൽ. വോട്ടേഴ്സിന്റെ നമ്പർ നോക്കുമ്പോൾ വീട്ടു നമ്പർ ഇല്ല, 0. ഏതോ ആളുകളെ അതിൽ കൂട്ടിച്ചേർക്കുകയാണ്, അങ്ങനെയും ചേർക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടിയുണ്ട്. പക്ഷേ അത് CPIM ആണ്, പിണറായി വിജയനാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, ഗവൺമെന്റാണ് എന്ന് പറഞ്ഞ് നടക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ ഒരു സൈസ് കളവ് ഇവരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്.